കുറച്ചുകൂടെ. പിന്നെ ആ ഗോപി വന്നിട്ടുണ്ട്. ഏത് ഗോപി? നിങ്ങളുടെ പഴയ ഫ്രണ്ട് തന്നെ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഊണ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. അവനിവിടെ വന്നിരുന്നു? ഇല്ല, വിളിച്ചിരുന്നു. പിന്നെ ഇവിടെ ഹോട്ടൽ ഷാലിമാറിൽ റൂം നമ്പർ 401. ഞാൻ നോക്കിട്ടുണ്ട്. ആ, പിന്നെ ആരെങ്കിലും വിളിച്ചാലേ ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ 401 ഉണ്ടെന്ന് പറയണം. ശരി. ഓ, ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളം. നാരായണിയമ്മേ, ഇതാ വരുന്നേ. ഇതൊക്കെ എടുത്തു വെക്കൂ. ഓ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണേ. ഫോർനോട്ടോൺ ഏതാ? ആ കണ്ണ. അത് രവിയാണെന്ന് തോന്നുന്നു. നീ ആ ബാത്റൂമിൽ കയറി ഒളിച്ചത്. ഞാൻ മുട്ടുമ്പോ തുറന്നാ മതി. എടാ മാറി, എടാ പരമാറി, നീ ഇത്ര എവിടെയായിരുന്നു? എടാ എരപ്പേ, ഞാനിവിടെ വന്നപ്പോഴേ നിന്നെ വിളിച്ചതാ. അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞു നീ മറ്റവിടെ കോപ്പി പോയിരിക്കുക. എന്നിട്ട് നിന്റെ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. എടാ നീ അന്ന് എന്തും പറഞ്ഞാ പോയത്. എന്നിട്ട് നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? എന്റെ അളിയ, എനിക്ക് വരാൻ പറ്റണ്ടേ? ഞാനിപ്പോ ഭയങ്കര ബിസി അല്ലേ. ഓ, നിന്റെ മറ്റടുത്തൊരു ബിസി. ഒന്ന് പോയാ. വാ 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 വാ, നമുക്ക് ആരംഭമായിട്ട് ഒരു സ്മോൾ തുടങ്ങിക്കളയാം. വേണ്ട, ഞാനിതൊക്കെ നിർത്തി. ഒന്ന് പോളിയാ അവിടുന്ന്. അല്ലേ, ഞാൻ നിർത്തിയത്. എന്തോ ഒന്നുകൂടെ പറ. ഇത് സ്കോച്ച് വിസ്കിയാ, നിന്റെ പഴയ വട്ടയല്ല. ഇല്ലേ, കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് നിർത്തി. ഓ, അപ്പൊ അടിമയാണല്ലേ? അടിമ. ഇതാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത്. പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി. ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണിനെ നോക്കൂല, മദ്യം തൊടൂല, പാലും മോരും വെള്ളവേ കഴിക്കൂ. എടാ നാറി, നീയൊക്കെ എന്നെ കണ്ട് പഠിക്കുക. ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിനും ഒരു സെൽഫ് റെഗുലേഷനും ഇല്ല. എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ മുറ പോലെ നടക്കും. ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുന്നത്? നിനക്കത് അറിയാൻ പാടില്ല. എന്റെ സകല ഫ്ലാഷ് ബാക്കും അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ കല്യാണം കഴിച്ച അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണം. ആ, നീ അങ്ങനെ വേറെ പലതും ഇട്ട് പൂജിക്കും. നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് നിർത്തടാ.